മലയോര മേഖലയിൽ പാരമ്പര്യത്തിന്റെ ദൃഢത പകരുന്ന മൺചുവരിനും ആധുനികതയുടെ അതിർവരമ്പിനുമിടയിൽ സഞ്ചരിക്കുകയാണ് അശോകൻ വൈദ്യർ. കതിരാളം കളരിക്കൽ തറവാടിന്റെ പ്രശസ്തമായ വൈദ്യപാരമ്പര്യ മഹിമയിൽ ആധുനികതയുടെ പല രോഗങ്ങൾക്കും പഴമയുടെ ചികിത്സ സമന്വയിപ്പിക്കുകയാണ് ഈ പ്രതിഭ. നാട്ടുവഴികളിലെ ഈ പച്ചപ്പിൽ നിന്നും അമൂല്യ ഔഷധങ്ങൾ ശേഖരിച്ച് അവയുടെ ഗുണമേന്മകൾ അറിഞ്ഞ് പ്രയോജനപ്പെടുത്തുക എന്നതും അശോകന്റെ ശീലത്തിന്റെ ഭാഗമാണ്. കന്നിവേലിൽ ഇവ ശേഖരിച്ച് മടങ്ങിയെത്തുന്ന അശോകന് ഇനി നാട്ടുചികിത്സയുടെ തിരക്കാണ്. വീടിനുള്ളിൽ സജ്ജീകരിച്ച ചികിത്സാലയത്തിൽ പാരമ്പര്യ വൈദ്യത്തിന്റെ മികവിലും മഹിമയിലും ചിട്ടവട്ടങ്ങൾ തെറ്റാതെ ഇവിടെ ചികിത്സിക്കുകയാണ്. ഒടിവ്, ചതവ്, വീഴ്ച മൂലമുണ്ടാകുന്ന ക്ഷതം, അസ്ഥി തേയ്മാനം തുടങ്ങി മഞ്ഞപ്പിത്തവും പ്രമേഹവും വരെ നാട്ടുചികിത്സയുടെ പുണ്യത്തിൽ ഭേദമാക്കാൻ കഴിയുമെന്ന് അശോകൻ പറയുന്നു. വിവിധ രോഗപീഠകളുമായി വെള്ളനാട്ടിലെ തന്റെ സവിധത്തിലെത്തുന്ന രോഗികളെ സസൂക്ഷ്മം പരിശോധിച്ച് കാരണങ്ങൾ അറിയുന്ന അശോകൻ ഈ രംഗത്ത് തന്റെ സാന്നിധ്യവും തെളിയിച്ചിരിക്കുകയാണ്. പാരമ്പര്യ വൈദ്യ തറവാടായ കളരിക്കൽ അപ്പുവൈദ്യരുടെ ചെറുമകനായി ജനിച്ച അശോകൻ സ്കൂൾ പഠനകാലം തൊട്ട് ഈ ചികിത്സാവിശേഷങ്ങളിൽ ആകൃഷ്ടനായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അമ്മയുടെ അച്ഛൻ, അമ്മയുടെ ബന്ധുക്കൾ, അച്ഛൻ്റെ ബന്ധുക്കൾ എല്ലാവരും ഈ ഇതായിരുന്നു. ഇത് ഞാൻ കണ്ടും കേട്ടുമൊക്കെ എനിക്കിതിൽ കൂടുതലായിട്ട് ടേസ്റ്റ് കൂടി. പിന്നീട് എനിക്കിതിൽ കൂടുതൽ ഭ്രമം ഉണ്ടായി. ഞാൻ പഠിക്കുന്ന കാലത്ത് എല്ലാവരും നോട്ട് ബുക്കുകൾ കൊണ്ടുപോകും. ഞാൻ ഈ വൈദ്യത്തിൻ്റെ ബുക്കുകൾ കൊണ്ടുപോയി പഠിപ്പിക്കുന്ന സമയത്ത് ഒരു സാറ് വായിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ പുസ്തകം അതല്ല, ആയുർവേദത്തിൻ്റെ പുസ്തകമായിരുന്നു. ആ സാറ് അപ്പോഴെനിക്ക് 2 അടി തന്നു. പക്ഷേ എനിക്കന്ന് ടേസ്റ്റ് ഇതിലായിരുന്നു. അങ്ങനെ ഞാൻ ഇത് പല രീതിയിൽ ഇതിനെ വികസിപ്പിച്ച് നല്ലൊരു പേരും പ്രശസ്തി അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യം ഞാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങയുടെ അപ്പൂപ്പന്മാർ നാട്ടുവൈദ്യത്തിൽ ഏതുതരം ചികിത്സയാണ് ചെയ്തുകൊണ്ടിരുന്നത്? അത് ഈ വീഴ്ചകൾ, തട്ടുമുട്ട് വീഴ്ചകൾ, വാദസംബന്ധമായിട്ട് തളർന്നത്, അങ്ങനെയുള്ള രീതിയിലെ ചികിത്സിക്കുന്നതൊക്കെ രീതിയിലാണ് ഞാൻ കണ്ടിരുന്നത്. തടവ്, തിരുമ്മി, കിഴി അതൊക്കെ ചെയ്തിരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങയുടെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരിട്ട് ഇതിലേക്ക് വരികയായിരുന്നു? കളരിയായിരുന്നു ആദ്യം എൻ്റെ ഏറ്റവും വലിയ ഫീൽഡ്. അങ്ങനെ കളരിയിൽ നല്ല ഫേമസായി. ഇലവൻകൂടി ദേശം എന്ന സിനിമയിലേക്ക് 200 പയ്യന്മാരെ ഞാനാണ് സപ്ലൈ ചെയ്തത് അവർക്ക് വേണ്ടി. അങ്ങനെ അത് നല്ല രീതിയിലായി. അതിൻ്റെ കൂടെ ഈ വൈദ്യവും വളർന്നുകൊണ്ടേയിരുന്നു. വൈദ്യം നല്ലൊരു പൊസിഷനിലായപ്പം കളരി മതിയാക്കിയിട്ട് വൈദ്യത്തിലോട്ടായി. കളരി കണ്ടും അറിഞ്ഞും അടിതടയും മർമ്മവുമൊക്കെ പരിശീലിച്ചും വളർന്ന അശോകൻ ഇതിൽ നിന്നും മർമ്മചികിത്സയുടെ പാഠങ്ങൾ സ്വായത്തമാക്കുകയായിരുന്നു. തെക്കൻ കേരളത്തിലെ കളരിയുടെ ആസ്ഥാന കേന്ദ്രത്ത് ജനിച്ചു വളർന്ന അശോകന് പിന്നീട് ഇതൊരു നിയോഗമായി മാറി. കളരിയിൽ ഇന്നേ വരെയുള്ള പണ്ടുണ്ടായിരുന്ന വിദ്യ എൻ്റെ അറിയാം. കാരണം പണ്ട് നശിച്ചുപോയ വിദ്യകളിൽ ഹനുമാനംഗം, മറവംകെട്ട്, അടിവേല 10 ഇതെല്ലാം നശിച്ചുപോയ ഐറ്റങ്ങളാണ്. ഇതൊക്കെ ഞാൻ ആരെടുത്തുണ്ടെന്ന് അന്വേഷിച്ച് തമിഴ്നാട്, മലബാറിലൊക്കെ പോയാണ് ഈ വിദ്യ